ഹായ് എവരിവൺ, എല്ലാവർക്കും വിന്നി ലൈഫ് എജു അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിനു മുന്നേ ഇക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ് വിച്ച് മീൻസ് ഡാഷ്. ഓപ്ഷൻ എ, they will assume more risk only if they are compensated by higher expected return. B, they will always invest in the investment with the lowest possible risk. Option C, they avoid the stock market due to the high degree of risk. ഉത്തരം ഓപ്ഷൻ സി ആണ്. they avoid the stock market due to the high degree of risk. Second one, the company's cost of capital is called dash. Option A, leverage. B, hurdle rate. C, risk rate. D, return rate. ഉത്തരം ഓപ്ഷൻ ബി ആണ്, hurdle rate. Third one, which of the following considered a risk-free investment? Option A, gold. B, equity in a house. C, high-grade corporate bonds. D, treasury bill. ഉത്തരം D, treasury bill. Next one, financial leverage is also known as. ഉത്തരം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അഞ്ചാമത്തെ ചോദ്യം, ബോണസ് ഷെയർ ആർ നോട്ട് പെർമിറ്റഡ് അൺലെസ് ദ ഡാഷ് പെയ്ഡ് ഷെയർസ് ഇഫ് എനി ആർ മെയ്ഡ് ഫുള്ളി പെയ്ഡ്. ഉത്തരം പാർട്ട്ലി പെയ്ഡ്. നെക്സ്റ്റ് വൺ, നെറ്റ് അസറ്റ് വാല്യൂ ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഡാഷ്. ഉത്തരം ബോത്ത് റിയലൈസ്ഡ് ആൻഡ് അൺറിയലൈസ്ഡ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വൺ, എ ഫേം വിൽ ഹാവ് favorable leverage if its dash are more than the debt asset. ഉത്തരം earnings. അടുത്ത ചോദ്യം, which of the following is not an objective of financial management? Options A, maximization of profits. B, maximization of wealth of shareholders. C, mobilization of funds at an acceptable cost. D, ensuring discipline in the organization. ഉത്തരം ഡി ആണ്, ensuring discipline in the organization. ബാക്കി വരുന്ന 3 ഓപ്ഷൻസും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡാഷ്. ഉത്തരം ചേഞ്ചസ് അക്കോർഡിംഗ് ടു വോളിയം ഓഫ് പ്രൊഡക്ഷൻ. പത്താമത്തെ ചോദ്യം, റീഓർഡർ ലെവൽ ഈസ് ഡാഷ് ദാൻ സേഫ്റ്റി ലെവൽ. ഉത്തരം ഹയർ ദാൻ. നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഈസ് എ. ഉത്തരം മ്യൂച്വൽ ഫണ്ട്. നെക്സ്റ്റ് വൺ, വേരിയബിൾ കോസ്റ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഉത്തരം ചേഞ്ചസ് വിത്ത് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അടുത്ത ചോദ്യം, ആൻ അൺമാനേജ്ഡ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി പോർട്ട്ഫോളിയോ ഹാൻഡിൽഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ട്രസ്റ്റി ഈസ് നോൺ ആസ് എ. ഉത്തരം ഹെഡ്ജ് ഫണ്ട്. നെക്സ്റ്റ് വൺ, ഇഫ് എ പ്രിഫേർഡ് സ്റ്റോക്ക് ഇഷ്യൂ ഈസ് ക്യുമുലേറ്റീവ് ദിസ് മീൻസ് ഡാഷ്. ഉത്തരം അൺപെയ്ഡ് ഡിവിഡൻഡ്സ് വിൽ ബി പെയ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. 15ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്? ഓപ്ഷൻസ് എ, റെഡ്യൂസ്ഡ് എക്സ്പെൻസസ്. ബി, മാനേജ്ഡ് പോർട്ട്ഫോളിയോ. സി, ഡൈവേഴ്സിഫിക്കേഷൻ. ഡി, പൂൾ ഇൻവെസ്റ്റിംഗ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, റെഡ്യൂസ്ഡ് എക്സ്പെൻസസ്. നെക്സ്റ്റ് വൺ, mutual funds may be affiliated with an underwriter. This means dash.
ഉത്തരം the underwriter has an exclusive right to distribute shares. നെക്സ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈക്വൽസ് ആൻസർ വരുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിനെയാണ് നമ്മൾ എബിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആർ പ്രൈമർലി ഉത്തരം ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. നെക്സ്റ്റ് വൺ ദ ആർബിട്രറി പ്രോസസ് is the behavioral foundation for the ഉത്തരം MM approach, മോഡിഗിലിയാനി മില്ലർ അപ്രോച്ച്. അതാണ് MM അപ്രോച്ച്. 20ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ജനറലി ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്? ഓപ്ഷൻ എ ക്ലോസ്ഡ് എൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്, ബി ഓപ്പൺ എൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്, സി യൂണിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, ഡി ഓൾ ട്രേഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഉത്തരം ഡി ആണ്, ഓൾ ട്രേഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. നെക്സ്റ്റ് വൺ ദ അണ്ടർറൈറ്റർ ഹാസ് ടു ടേക്ക് അപ്പ് ഉത്തരം ദ അൺസബ്സ്ക്രൈബ്ഡ് പാർട്ട് ഓഫ് ദ എഗ്രീഡ് പോർഷൻ. നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ടേക്സ് ഉത്തരം കോമ്പൗണ്ടിങ് റേറ്റ്. നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ ലിവറേജ് മെഷേഴ്സ് ആൻസർ സെൻസിറ്റിവിറ്റി ഓഫ് EPS with respect to percentage change in level of EBIT. Next one, the relationship between potential unsystematic risk and reward is given by dash. ഉത്തരം excess return to beta ratio. 25ാമത്തെ ചോദ്യം a technique uses in comparative analysis of financial statement is dash. ഉത്തരം common size analysis. Next one, an annuity with an extended life is classified as ഉത്തരം perpetuity. അടുത്ത ചോദ്യം periodic rate if it is multiplied with per year number of compounding period is called ഉത്തരം nominal annual rate. അടുത്ത ചോദ്യം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു റിക്വയർഡ് റിട്ടേൺ റേറ്റ് ഓൺ ഇക്വിറ്റി ഇൻ കേസ് ഇഫ് ഇൻവെസ്റ്റേഴ്സ് ആർ ഓൺലി ഉത്തരം കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സ്. നെക്സ്റ്റ് വൺ മെത്തേഡ് യൂസസ് ഫോർ ആൻ എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ക്ലാസിഫൈഡ് ആസ് ഉത്തരം ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. 30ാമത്തെ ചോദ്യം ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് അറ്റ് ക്ലോസിംഗ് ടു ദെയർ ബുക്ക് വാല്യൂ പ്രൈസ് ആർ ക്ലാസിഫൈഡ് ആസ് ഉത്തരം ക്യാഷ് ഇക്വിവാലൻസ്. 31ാമത്തെ ചോദ്യം ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ് ഈസ് ഓൾസോ ക്ലാസിഫൈഡ് ആസ് ഉത്തരം ടൈം വാല്യൂ ഓഫ് മണി. നെക്സ്റ്റ് വൺ പ്രൈസസ് ഓഫ് ബോണ്ട്സ് will be decreased if an interest rates ഉത്തരം rises. Next one, collection of net income, amortization and depreciation is divided by common shares outstanding to calculate ഉത്തരം cash flow per share. Next one, total common equity divided by common shares outstanding which is used to calculate ഉത്തരം ബുക്ക് വാല്യൂ ഓഫ് ഷെയർസ്. നെക്സ്റ്റ് വൺ നെറ്റ് വർത്ത് ഈസ് ഓൾസോ കാൾഡ് ഉത്തരം അസറ്റ് നെറ്റ് ഓഫ് ലയബിലിറ്റീസ്. അടുത്ത ചോദ്യം ഹു അഡ്മിനിസ്റ്റേഴ്സ് ദ പ്ലാറ്റ്ഫോം ഫോർ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉത്തരം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ. Next one, the impact of financial leverage on the profitability of a business can be seen through which analysis? ഉത്തരം EBIT minus EPS. അടുത്ത ചോദ്യം ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് കോൾഡ് ഫേവറബിൾ ഇഫ് ഉത്തരം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹയർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. Next one, gross working capital refers to forms
ഉത്തരം ടോട്ടൽ കറന്റ് അസറ്റ്. 40ാമത്തെ ചോദ്യം, കമ്പൈൻഡ് ലിവറേജ് മെഷേഴ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഓൺ. ആൻസർ EPS. അടുത്ത ചോദ്യം, ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ്. ഉത്തരം വെൽത്ത് മാക്സിമൈസേഷൻ. നെക്സ്റ്റ് വൺ, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡ്സ്. ഉത്തരം ക്യാഷ് റിക്വയർഡ് ഫോർ മാനേജിംഗ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. 43ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വെൻ ദ കമ്പനി മേക്സ് ലോസസ്, പേയിങ് ഇൻട്രസ്റ്റ് ഓൺ ദ ബോണ്ട് ഈസ് നോട്ട് മാൻഡേറ്ററി ടു ദ ബോണ്ട് ഹോൾഡേഴ്സ്. 44ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ ഫിനാൻഷ്യൽ ലിവറേജ് എബിറ്റ് ഡിവൈഡഡ് ബൈ EBT, സെക്കൻഡ് വൺ കോൺട്രിബ്യൂഷൻ മാർജിൻ സെയിൽസ് ഡിവൈഡഡ് ബൈ വേരിയബിൾ കോസ്റ്റ്, തേർഡ് വൺ ഓപ്പറേറ്റിംഗ് ലിവറേജ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ എബിറ്റ്, ലാസ്റ്റ് വൺ കമ്പൈൻഡ് ലിവറേജ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBT. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. ഉത്തരം യൂസ് ഓഫ് ക്യാപിറ്റൽ ഓൺ അസറ്റ്സ് ടു റിസീവ് റിട്ടേൺസ്. നെക്സ്റ്റ് വൺ, ദ ഫിനാൻസ് മാനേജർ ഈസ് അക്കൗണ്ടബിൾ ഫോർ. ഉത്തരം അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. നെക്സ്റ്റ് വൺ, ദ ക്യാപിറ്റൽ ബഡ്ജറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഉത്തരം ലോങ് ടേം അസറ്റ്. നെക്സ്റ്റ് വൺ, CAPM സ്റ്റാൻഡ്സ് ഫോർ. ഉത്തരം ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. നെക്സ്റ്റ് വൺ, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ആർ ഡിസൈഡഡ് ബൈ. ഉത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ്. ലാസ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ 50 ചോദ്യങ്ങൾ മാത്രമല്ല, ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് അധികമാവും എന്നതുകൊണ്ട് മാത്രമാണ് 50 ചോദ്യങ്ങളിൽ ഒതുക്കിയത്. ആർക്കെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ ആവശ്യമാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ ഞാൻ PDF ഫോമാറ്റിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്